മിക്കവാറും ഞങ്ങൾ സ്റ്റക്കാവോ. 3 മണിക്കൂർ കഴിഞ്ഞു, ആകെ 1 കിലോമീറ്റർ. എപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്ന ഒരു ഐഡിയ ഇല്ല. നേരത്തെ വ്ളോഗ് എടുക്കുമ്പോൾ ഉണ്ടായത്ര എനർജി ഒന്നും ഇപ്പോൾ ഇല്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് ഇടുക. ഇതുവരെ പെയ്തില്ല, പക്ഷേ 11 മണി നമ്മൾക്ക് പെയ്യുന്നതാണ് പറയുന്നത്. നമുക്ക് അർജൻറ്റായിട്ട് ദുബായിക്ക് പോകാനുണ്ട്. ഇപ്പോൾ ഓൾറെഡി ലേറ്റായി, വേറെ റെഡി ആയിട്ട് പോകണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇൻട്രോ എടുത്തിട്ട് റെഡി ആവാമെന്ന്. അപ്പം ഞാൻ റെഡി ആയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഗായ്സ് ഞങ്ങളങ്ങനെ പൊടിക്കാറ്റാണ് എന്നിട്ട് കണ്ണോക്കാൻ പറ്റുന്നില്ല. ഗായ്സ് നമ്മളങ്ങനെ ഇറങ്ങി. മിക്കവാറും ഞങ്ങൾ സ്റ്റക്കാവോ. നല്ല മഴ പിടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്നും പോവാണ്ടിരിക്കാനും പറ്റില്ല അല്ലേ. പോവാണ്ടിരിക്കാൻ പറ്റുന്ന നമ്മളൊന്ന് പോട്ടില്ല. നല്ല മഴ പിടിച്ചിട്ടുണ്ട്, മഴയും പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പൊടിക്കാറ്റ് പോലത്തെ ഒരു കാറ്റ്. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. നമ്മ പെടും. ഇന്ന് മഴ ഉണ്ടെന്നാണ് ഈ വെതർമാൻ പറഞ്ഞത്. അപ്പം മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ, 11 മണിക്ക് മഴ പെയ്യുന്നുണ്ടായത് 11 മണി ആവാനായി. ഭയങ്കര മൂടം പിടിച്ചു. നേരത്തെ കുറച്ച് ക്ലിയർ ഉണ്ടായിരുന്നു, ഇപ്പോൾ നല്ല മൂടം പിടിച്ചു. അപ്പോൾ നമുക്ക് വെറുതെ ബൈക്കാണ് പോകേണ്ടത്. അതിന് മുന്നേ ദേറയിൽ പോകണമല്ലേ? ദേറയിൽ പോകണ്ടേ ആദ്യം? വീഡിയോയിൽ ലൈറ്റേ കുറവ്, ഇരുട്ട് പിടിച്ചാൽ എനിക്കുണ്ട്. ഓക്കെ, കണ്ടാ ഓരോ തുള്ളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഗൈസ് നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് നമ്മൾക്ക് എൻ്റെ മഴ സ്റ്റാർട്ട് ചെയ്തു. ചെറുങ്ങനെ പറയാൻ തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ നമുക്ക് പോവാണ്ടിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇന്ന് എന്തായാലും പോയേ പറ്റൂ. പോവാം. പിന്നെ നല്ലോണം പെയ്താലേ സീനില്ല, അല്ലെങ്കിൽ പ്രശ്നമില്ല, നല്ല രസം ഉണ്ടാവും വണ്ടി ഓടിക്കാം. പക്ഷെ നല്ലോണം പെയ്യും തോന്നുന്നു, നല്ല പിടിച്ചിട്ടുണ്ട്, ഇരുട്ട് കെട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോകാൻ ലേറ്റുമായി. ഇങ്ങനത്തെ ഒരു സ്കൈ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? മഴ പെയ്യുന്ന സമയത്ത് ആ സമയത്തൊന്ന് പുറത്ത്. എന്നാലും ഈ ഒരു വെതർ ആണെങ്കിൽ അതൊന്നും അറിയില്ല. പോയിട്ട് നോക്കി ഭയങ്കരമായിട്ട് കാർമ ഇങ്ങനെ അലക്കിയിട്ടുണ്ട്. അയ്യോ നല്ല മഴയുണ്ട്. കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ക്യാമറയിലും കാണുന്നില്ല. ക്യാമറയിൽ വലിയ കാണുന്നുണ്ടല്ലേ? ഒന്നും കാണുന്നില്ല. ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. മുന്നോട്ട് കോൺസുലേറ്റിൻ്റെ അകത്ത് കയറി. ഞാൻ പോയിട്ട് ഞങ്ങൾക്ക് 2-3 പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു എപ്പോഴത്തേക്കും പോലെ. അതെല്ലാം എടുത്ത് കൊടുത്തു. ഉള്ളിൽ കുറച്ച് തിരക്കുണ്ട്, അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇരിക്കാൻ സീറ്റ് ഇട്ടാലുണ്ട്. ഇന്നിപ്പോൾ എല്ലാം ഭയങ്കര തിരക്കുണ്ട്, എല്ലായിടത്തും ആളുണ്ട്. അപ്പോൾ നാളെയാണ് അമ്മും അതും നാട്ടിലേക്ക് പോകുന്നത്. പിന്നെ അബുദാബിയിൽ നിന്നാണ് പോകുന്നത് ഉച്ചക്കത്തെ ഫ്ലൈറ്റിന്. അപ്പോൾ ഇപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. ഇത്ര മഴയുണ്ടാവുമെന്ന് വിചാരിച്ചില്ല, നല്ല മഴയുണ്ട്. അപ്പം നമുക്ക് വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് നോർമൽ എടുക്കുന്നതിൻ്റെ ഡബിൾ സമയം എടുത്തു. അപ്പോൾ നേരെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എന്നാലും നല്ല തിരക്കുണ്ടായി. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് പോകുമ്പോഴും നല്ല തിരക്കുണ്ടാവും. ഇന്ന് പോകണോ അബുദാബിക്ക്, നാളെ പോകണമെന്ന് ആലോചിക്കുന്നത്. കാരണം നാളെ ഉച്ചക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് പോയാൽ മതി. മഴ കുറവുണ്ടെങ്കിൽ നാളെ പോയാൽ മതി. പക്ഷേ നല്ല മഴയുണ്ടെങ്കിൽ ഇന്ന് പോകുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. പിന്നെ റിസ്ക് എടുക്കാൻ പറ്റില്ല, കാരണം അതിന് ഓൾറെഡി ഒരു വിസിറ്റിംഗ് വിസ എടുത്തു, പിന്നെ ഒരിക്കൽ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ആകെ ഏപ്രിൽ 4 വരുമോ അങ്ങനെ എന്തോ വിസ ഇല്ലു. അപ്പോൾ ഇപ്പോൾ തന്നെ മാർച്ച് 23 ആയി. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്തെങ്കിൽ പോകാൻ പറ്റിയിട്ടെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ഇന്ന് രാത്രി അബുദാബിക്ക് പോയിട്ട് അവിടെ എൻ്റെ കസിൻസ് ഉണ്ട്, അവരുടെ അടുത്ത് നിൽക്കാനായിട്ടായിരിക്കും പ്ലാൻ. ഇന്നും തീരുമാനമായിട്ടാണ്. ആദ്യം ഇവിടെ നല്ല തിരക്കുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തണം. ഞാൻ പ്രതീക്ഷിക്കാണ്ട് എടുത്തൊരു വ്ളോഗാണ്. മഴ ഭയങ്കര ഇട്ട് പിടിച്ചിട്ടുണ്ടായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ പറഞ്ഞിട്ടാണ് വ്ളോഗ് എടുത്തത്. അങ്ങനെ വ്ളോഗ് എടുത്തത് ഭയങ്കര ഇട്ട്. നോർമലി നമ്മൾ മഴ പെയ്യുന്ന സാഹചര്യത്തിലെല്ലാം അധികം വീട്ടിൽ നിൽക്കല്, എവിടെയും പോകാൻ നിൽക്കലില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഇങ്ങോട്ട് വരാണ്ടിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല, എന്തായാലും വന്നേ പറ്റൂ. കാരണം നമുക്കൊരു സബ്മിഷനും ഒരു കളക്ഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. അങ്ങനെ വരുമ്പോൾ നല്ല ടെൻഷനാണ്, കാരണം റോഡ് പോലും കാണുന്നുണ്ടായിട്ട്. നല്ല മഴ, നാട്ടിലെല്ലാം പെയ്യുന്നില്ല. അതുപോലെ നല്ല ഇങ്ങനെ തച്ചടിച്ച് ചേരുന്ന പോലത്തെ ഒരു മഴയായിരുന്നു. റോഡ് പോലും കാണുന്നുണ്ടായിട്ട്. വരുമ്പോൾ ഞാൻ വണ്ടി എടുത്തേ. ഇനി പോകുമ്പോൾ മനോട്ടിനെ എടുക്കുമായിരിക്കും. വരുമ്പോൾ മനോട്ടിന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ വണ്ടി എടുത്തു. ഇനി പോകുമ്പോൾ മനോട്ടിനെ എടുക്കും. അങ്ങനെ ഇനിയിപ്പോൾ നമുക്കൊന്നുമില്ല. ഇത് കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരെ വീട്ടിൽ പോകാമെന്നില്ലാണ് പ്ലാൻ. അതോ പാസ്പോർട്ട് കൊടുക്കാൻ പോകണമെന്നില്ലത് എനിക്കറിയില്ല. അതിപ്പോൾ മനോട്ട് വന്നിട്ടാകുമ്പോഴേ അറിയാം. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വീട്ടിൽ പോകും. മാധുവിൻ്റെ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട്, അതാണ് അതിനേക്കാളും വലിയ കോമഡി. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ അങ്ങനെ അധികം പറ്റില്ല. ഇന്നലെയാണ് നമ്മൾ മാധുവിനും അമ്മൂനും വേണ്ട സാധനങ്ങൾ പോയിട്ട് ഷോപ്പ് ചെയ്തത്.
വാങ്ങിച്ചിട്ടുണ്ട്. നട്ട്സും ചോക്ലേറ്റും സ്പ്രേ അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചു. എന്നാലും കുറച്ചും കൂടി സാധനം മേടിക്കാനുണ്ട്. അത് നമ്മൾ ഇന്ന് പോയിട്ട് മേടിക്കാനുള്ള പ്ലാനായിരുന്നു. എന്നാലും ഓൾറെഡി നമ്മൾ മേടിച്ചിട്ട് എത്തുമ്പോൾ 1 മണിയുടെ അടുത്തായി. അപ്പോൾ ബാക്കി ഇന്ന് പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നടക്കുമോയെന്നറിയില്ല, എന്താക്കുമോ എന്തോ, ആകെ കൺഫ്യൂഷനിലാണ്. ഇനി പറയുന്നതന്നെ ഇവിടെ കേൾക്കുന്നുണ്ടാവും, ഇവിടെ ഭയങ്കര സൗണ്ട്. നമ്മളവിടുന്ന് ഇറങ്ങി, നമ്മൾ ലോക്കാവോന്ന് നല്ല ഡൗട്ട് ഉണ്ട്. ഇങ്ങനത്തെ മഴ വന്നാല് നാട്ടിൽ വരെ ഇങ്ങനത്തെ മഴ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ അതെ, ഭയങ്കര മഴ. നമ്മൾ വിചാരിച്ച പോലെ അല്ല, നല്ല മഴയുണ്ട്. നമ്മൾ ലോക്കാവോ എന്നൊരു ഡൗട്ട് ഇപ്പൊ തന്നെ 1 മണിക്കൂറിന്റെ അടുത്ത് കാണിക്കുന്നുണ്ട് വീട്ടിലേക്ക്. അയ്യോ, നമ്മ എന്തായാലും അമ്മൂനോടും അതിനോടും സാധനം പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല മഴ, നല്ല മഴ, റോഡ് നമുക്ക് കാണുന്നില്ല, അത്ര മഴയുണ്ട്. ഇതിപ്പോ വീഡിയോയിൽ ഇത്ര മനസ്സിലാവുന്നില്ല അല്ലെ, വീഡിയോയിൽ കാണുമ്പോ അത്ര ക്ലിയർ ആവുന്നില്ല, പക്ഷെ നല്ല മഴയുണ്ട്. മുമ്പിൽ നിങ്ങൾക്ക് ട്രാഫിക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അപ്പൊ ഫോക്കസ് പോകുന്നു കണ്ട, നല്ല ട്രാഫിക് ഉണ്ട്. നമ്മള് സ്റ്റക്കായി. നമ്മളിപ്പോഴും ആ ട്രാഫിക്കിൽ തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, ട്രാഫിക് ഉണ്ട്, പണി പാളും, മിക്കവാറും നമ്മളിവിടെ ലോക്കാവുന്നു. ആ ലോക്കിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അവിടുന്ന് ഒരു മാക്സിമം ഒരു 200 മീറ്റർ അനങ്ങിയാലേ ഇല്ല, അതിൽ കൂടുതൽ അനങ്ങിയിട്ട. ഇവിടെ ഇങ്ങനെ വണ്ടി ഓഫ് ചെയ്ത പോലെയാണ്, മൂവാന്നേ ഇല്ല, ഒട്ടും മൂവാന്നില്ല. ഒരു തുള്ളി ഒരു സെൻറ്റിമീറ്റർ പോലും മൂവാന്നില്ല. നമ്മളിതാ ന്യൂട്രലിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. മാപ്പ് പോലും നേരെ ഇടാൻ പറ്റുന്നില്ല. ഇത് ഇവിടെ സ്റ്റക്കാണ്. ഓപ്പോസിറ്റ് റോഡൊന്നും തിരക്കില്ല, പക്ഷേ ഷാർജക്കുള്ള റോഡിൽ നല്ല തിരക്കുണ്ട്. തിരക്കല്ല, ബ്ലോക്കാണ്. ഇവിടെ നമ്മിങ്ങനെ നിർത്തിയിട്ട പോലെ വണ്ടി ഇല്ലത്, അനങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല, ഒരു വണ്ടി മൂവാന്നില്ല. ഗൈസ്, സമയം 3:20. സ്റ്റിൽ നമ്മുടെ ആടെ തന്നെ ഉണ്ട്. ആടുന്ന് വീണ്ടും ഒരു 100 മീറ്റർ മൂവായതേ ഉള്ളൂ. എന്താവുമെന്ന് അറിയില്ല, എത്ര മണിക്ക് എൻ്റെ വീട്ടിലെത്തുമെന്ന് അറിയില്ല. പൈച്ചിട്ടാണ് കഴിയുന്നില്ല. അയ്യോ, വാഷ്റൂമിൽ പോവാൻ വരുന്നത്. എന്ത് ചെയ്യുമല്ലയ്യ നമ്മൾ. വിശക്കണോ. അതായത് 1:24 മുതൽ 2:24, 3:24 ഇപ്പം 2 മണിക്കൂർ ഇപ്പം 2 മണിക്കൂറായിട്ട് നമ്മൾ ആകെ 300 മീറ്റർ മൂവായതായിരുന്നു. 300 മീറ്റർ തന്നെ അതിനൊന്നും അറിയില്ല, അത്രേ ഉണ്ടാവുള്ളൂ. എന്ത് ചെയ്യും. അയ്യോ, നമ്മൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ. അതാ ഫുള്ള് കാണുന്നില്ല അല്ലെ, ഞങ്ങൾക്ക് ചുറ്റും വണ്ടിയുണ്ട്. എല്ലാവരും അങ്ങനെ അനങ്ങുന്നില്ല, വണ്ടി അനങ്ങുന്നില്ല, കാരണം ഒട്ടും അനങ്ങുന്നില്ല. ഇപ്പോൾ ഭയങ്കര ഇരുട്ട് പിടിച്ചിട്ടുണ്ട്, പക്ഷെ മഴ ഇങ്ങനെ ചെറുങ്ങനെ പറന്നേ ഉള്ളൂ. പക്ഷെ എന്തോ എവിടെയോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അതാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഇത്ര ട്രാഫിക് വരില്ലല്ലോ അവനോട്ടാ. മടുത്തു, തലവേദന എടുക്കാൻ തുടങ്ങി വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട്. അതെ, തലവേദന എടുക്കാൻ തുടങ്ങി ഇങ്ങനെ ഇരുന്നിട്ട്. ഇപ്പം എന്ത് ചെയ്യും, മടുത്തു. വിശന്നിട്ടാണെങ്കിൽ ഞാൻ പിന്നെ ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യുന്ന സാധനമെല്ലാം നോക്കി, എങ്ങാനും ഇവിടേക്ക് ഡെലിവറി ചെയ്യാനുണ്ടോയെന്ന്. ഒന്നുമില്ല, എല്ലാം നേരത്തെ വ്ളോഗ് എടുക്കുമ്പോൾ ഉണ്ടായ അത്ര എനർജി ഒന്നും ഇപ്പോൾ ഇല്ല. പൈച്ചങ്ങെത്തി, നല്ലോണം വിശന്നു, ടയേർഡായി. ഇപ്പം സമയം 4:35. ഇപ്പോഴും നമ്മൾ ഇവിടെ തന്നെയുണ്ട്. ഒരു 1 കിലോമീറ്റർ മാക്സിമം നമ്മൾ വന്നിട്ടുണ്ടാവുള്ളൂ. 1 കിലോമീറ്റർ ഉണ്ടാവും കേട്ടാ. 1 കിലോമീറ്റർ 1:200 നമ്മൾ ആകെ വന്നത്. അതായത് 1:24 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2:24, 3:24, 4:24. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞു. ആകെ 1 കിലോമീറ്റർ 1200 മീറ്റർ. ഇതിന് എപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തുന്ന ഒരു ഐഡിയ ഇല്ല. പൈച്ചിട്ടാണെങ്കിൽ കഴിയുന്നില്ല. എന്താക്കും ഇപ്പോൾ ഇവിടെ അടുത്താടി ഒന്നും കാണുന്നില്ല. അടുത്താടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും ഞാൻ അപ്പം പോട്ടാ, ഞാൻ പോയിട്ട് പാർസൽ വാങ്ങിച്ചിട്ട് വരാം. വാഷ്റൂമും പോകണം. നോക്ക് പോകുമല്ലോ, നല്ല ടയർഡ്, ഇരുന്നിട്ട് തന്നെ മടുത്തു. ഓ, ഒരു വഴിയില്ലല്ലോ ഈശ്വര, എന്ത് ചെയ്യും. ഞാനിങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അപ്ഡേറ്റ് എടുക്കാട്ടാ. ഗൈസ്, ഇപ്പോൾ സമയം 5:45. ഞാൻ കാണിച്ചു തരാം കേട്ടോ. 5:45. ഇപ്പോൾ ചെറുങ്ങനെ ഒന്ന് മൂവായി തുടങ്ങി. പക്ഷേ നമ്മളിപ്പോഴും ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ, അത്ര ഇല്ല, അതിൽ കൂടുതലൊന്നും ഇല്ല. അയ്യോ, നല്ലോണം ടയേർഡായേ. ഇനി ഷാർജക്ക് വീണ്ടും 1.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അതെന്തായാലും 2 മണിക്കൂർ എടുക്കും തോന്നുന്നു. അതെന്താ ലൈറ്റ്, എന്തായാലും 2 മണിക്കൂർ എടുക്കും തോന്നുന്നു. ഇപ്പം മഴേൻ്റെ കാലാവസ്ഥ മാറി, ഇപ്പം നല്ല വെയിൽ വന്നല്ലോ ചേട്ടാ. എന്നാൽ വെയിലടിക്കുന്നു, പക്ഷെ രാത്രി ഇന്ന് എന്തായാലും മഴ ഉണ്ടാവും.
ഞങ്ങൾക്ക് ആദ്യം ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ടൊന്ന് വാഷ്റൂം പോകണം, ഒന്ന് ഫുഡ് കഴിക്കണം. ഇത് പേടിയില്ല, സൈഡാക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൈഡാക്കിയിട്ട്. നമ്മളിപ്പോഴും ട്രാഫിക്കിലാണ്. നേരത്തെ ഉണ്ടായിടത്തല്ല, അവിടെ നമ്മളൊരു 5 മണിക്കൂർ വരെ ആ സെയിം സ്ഥലത്ത് നിന്നു. ആടുന്ന് പിന്നെ കുറച്ച് ഇപ്പുറത്ത് എത്തിയിട്ടായിട്ടുമ്പോൾ വണ്ടി പോകാൻ തുടങ്ങി. മൂവായിട്ട് നമ്മൾ നേരെ പെട്ടെന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു മള്ളിൽ പോയി, പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു. ഇപ്പം അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോഴും ട്രാഫിക്കിൽ തന്നെ, അനങ്ങുന്നില്ല വണ്ടി, ഒരു സൈഡും അനങ്ങുന്നില്ല. നമ്മൾ പല വഴിയും പോകാൻ നോക്കി, ഒരു വഴിയും പോകാൻ പറ്റുന്നില്ല. നല്ല ടയർഡ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നതോ. ഇപ്പോഴും മാപ്പ് ഇട്ടിട്ടാകുമ്പോൾ വീട്ടിലേക്ക് 2 മണിക്കൂറാണ് കാണിക്കുന്നത്, പിന്നെ കുറേ പ്ലസ് കാണിക്കുന്നു. നമ്മൾ എന്നിട്ട് സാലിക്കിൻ്റെ റൂട്ടിൽ നിന്ന് നോക്കി, പക്ഷെ വണ്ടി പോകാമെന്നില്ല. സാലിക്ക് ഇല്ലാത്ത റൂട്ടിലും വണ്ടി പോകാമെന്നില്ല. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് അടുത്തൊരു മാളിലുണ്ട്, മാളിൽ പോയിട്ട് ലാപ്പും ഫോണെല്ലാം ഒന്ന് ചാർജ് ചെയ്യാം, എന്നിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിക്കുന്നത്. അയ്യോ മടുത്ത്. ഫുഡ് കഴിച്ചിട്ടായിട്ടുമ്പോഴും വാഷ്റൂമിൽ പോയിട്ട് ഒരു സമാധാനമായി. ഇത് അടുത്തൊരു മാളിലുണ്ട്, ആ മാളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി പോകാമെന്നത്. അയ്യോ. അങ്ങനെ നമ്മൾ നേരെ മാളിൽ പോയി ഫോണെല്ലാം ചാർജ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു, നല്ലോണം വെള്ളവും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല, കാരണം ഓൾറെഡി ടയേർഡായിരുന്നു. നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്. കാരണം വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ എങ്ങാനും വണ്ടി ഓഫായി പോവോ, പാതി വഴിയിലാവോ എന്നുള്ളൊരു ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു. ഗൈസ്, ഇപ്പോൾ സമയം 1 മണിയാവും. അതോ 1 മണിയാ? 1:15. നമ്മളുള്ളത് ഇപ്പോൾ ദേറയിലാണ്. ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ട്രാഫിക്ക് വീണ്ടും നല്ലോണം ട്രാഫിക് ഉണ്ട്, സെഞ്ചുറി മാളിലുണ്ട് എന്നൊറ്റ പറഞ്ഞിട്ടാന്ന് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ എടുത്തത്. അതിന് ശേഷം ഒക്കെ എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം നമ്മൾ വീണ്ടും കുറേ സെഞ്ചുറി മാളിൽ കുറച്ച് അധികം സമയം ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ വീണ്ടും റൂമിലേക്ക് പോയി. റൂമിലേക്ക് എത്തിയിട്ട് പിന്നെ ഇതിന് എന്ത് ചെയ്യും എന്നിങ്ങനെ കുറേ ആലോചിച്ചു. ഇവിടെ ഒരു ബോഡി ഉണ്ട്, നല്ല തണുപ്പുണ്ട്, അങ്ങനെ പൊതച്ച് കിടന്നത്. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞങ്ങള് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടാണ്, സർപ്രൈസ് അല്ല എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നീടുള്ളത്. അതെ, എൻ്റെ കൊലം ആരും കണ്ട് ഞെട്ടണ്ട, ഞാൻ കുളിച്ചതാണ്. എനിക്ക് നല്ല തലവേദന ഉണ്ട്, അതുകൊണ്ട് ഞാൻ തല കുളിച്ചു. ഞാൻ കുളിച്ചോണ്ട് നല്ല തണുക്കുന്നത്, അതുകൊണ്ട് ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ സെഞ്ചുറി മാളിൽ നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ആലോചിച്ചു എന്ത് ചെയ്യും. കുറേ സമയം വെറുതെ അളഞ്ഞല്ലേ, എന്താക്കും എന്ന് വിചാരിച്ചിട്ട്. കാരണം ഇപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങൾ ആലോചിച്ചു ഞങ്ങൾ ടാക്സി ആക്കിയിട്ട് അങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു, പക്ഷെ അതും നടന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും. പിന്നെ രാവിലെ മഴ, നമുക്ക് വെതറിൻ്റെ ഇതിൽ മഴ അങ്ങനെ കാണിക്കുന്നില്ല, 4 മണിക്കേ കാണിക്കുന്നില്ല. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, എങ്ങാനും മഴ പെയ്തെങ്കിൽ ഇവർക്ക് നാളെ പോകാൻ പറ്റില്ല. ഷാർജയിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ എല്ലായിടത്തും നല്ല വെള്ളമുണ്ട്, അപ്പോൾ ഇറങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് പണി പെട്ടിന് നല്ലോണം ബുദ്ധിമുട്ടായി. അപ്പോൾ എന്ത് ചെയ്യുന്നത് ഭയങ്കര ഇതായിരുന്നു, ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ രാവിലെ മഴ പെയ്തെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇന്നിപ്പോൾ എന്താക്കും, എവിടെ പോയിട്ട് നിൽക്കുന്ന ആലോചിച്ചു. ഡയറക്റ്റ് അബുദാബിക്ക് പോകണമെങ്കിൽ ഞങ്ങൾ നല്ല ടയർഡായിരുന്നു, ഞാനും മനോട്ടിന്. രാവിലെ പോയത് 5-6-7 മണിക്കൂർ ട്രാഫിക്കിൽ തന്നെ ആയിരുന്നു, അതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിന്. പിന്നെ ലാസ്റ്റ് മനോട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് റൂം നോക്കാം, റൂം എടുത്തിട്ട് നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ദേറയിൽ റൂം ബുക്ക് ചെയ്തു. എന്നിട്ട് നമ്മളെല്ലാവരും വന്നു. അശ്വതിയും കൂടി ഉണ്ടായിരുന്നു, അശ്വതിക്കും നമ്മൊരു ബെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഓള് മാമൻ്റെ അടുത്ത് പോകുന്നു പറഞ്ഞുകൊണ്ട് വന്നിട്ടാണ്. ഓക്കും അബുദാബിക്ക് തന്നെ പോകേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ റൂം ബുക്ക് ചെയ്തു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നു. പ്രതീക്ഷിക്കാണ്ട് എന്തെല്ലോ നടന്നൊരു ദിവസം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.